പാർട്ടി സ്ഥാനാർത്ഥികൾ മാത്രം ജയിച്ചാൽ ഭരണ തുടർച്ച ഉറപ്പാക്കാനാവില്ലെന്ന യാഥാർത്ഥ്യം മുഖ്യമന്ത്രി പിണറായി വിജയന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ എല്ലാ ഘടക കക്ഷികളെയും ഒരേ മനസ്സോടെ മുന്നോട്ട് നയിക്കുന്ന സമഗ്ര രാഷ്ട്രീയ തന്ത്രമാണ് ഇടതുപക്ഷം രൂപപ്പെടുത്തുന്നത്. മുന്നണിയിലെ ഓരോ കക്ഷിയും വിജയിച്ചാൽ മാത്രമേ തുടർഭരണം സാധ്യമാക്കൂ എന്ന ബോധ്യത്തിലാണ് CPM-ഉം മുഖ്യമന്ത്രിയും. LDFിലെ വല്യേട്ടൻ എന്ന വിശേഷണം CPM-ന് ലഭിച്ചിട്ടുണ്ടെങ്കിലും കൂടപ്പിറപ്പുകളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്ത ബോധമുള്ള വല്യേട്ടനാണ് CPM എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഘടക കക്ഷികളുടെ സീറ്റുകളിലും പാർട്ടിയുടെ ശ്രദ്ധ ഒരു കാരണവശാലും കുറയരുതെന്ന് മുഖ്യമന്ത്രി വ്യക്തമായി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ ചേർന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് മുഖ്യമന്ത്രി ഈ നിർദ്ദേശം നേതാക്കളോടും പ്രവർത്തകരോടും ആവർത്തിച്ചത്. ഘടക കക്ഷികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലും പാർട്ടി മത്സരിക്കുന്നത് പോലെ തന്നെ ശക്തമായ പ്രചാരണം വേണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഇതോടെ ഇതുവരെ പ്രധാന കക്ഷിയുടെ അവഗണനയെക്കുറിച്ച് പരാതിപ്പെട്ടിരുന്ന ഘടക കക്ഷികൾക്കിടയിൽ വലിയ ആത്മവിശ്വാസവും ആവേശവും രൂപപ്പെട്ടിട്ടുണ്ട്. തുടർഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രചാരണത്തിൽ തുടങ്ങി സംഘടനാപരമായ എല്ലാ മേഖലകളിലും യോജിപ്പോടെ മുന്നേറാനാണ് LDFന്റെ തീരുമാനം. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഏകോപനക്കുറവ് ഇത്തവണ അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് CPM ഉള്ളത്. ഇതിനിടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പ്രചരണത്തിന്റെ പൂർണ്ണ ചുമതല മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കുമെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. CPM ജനറൽ സെക്രട്ടറി MA ബേബിയും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇത് നേരത്തെ വ്യക്തമാക്കിയതുമാണ്. ടീമിന്റെ നായകനായി മുഖ്യമന്ത്രി തന്നെയാകും തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുക. പത്തനംതിട്ട CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസാരിക്കുമ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടായെങ്കിലും അത് താൽക്കാലികമാണെന്നും ഇടതുപക്ഷത്തിന് ശക്തമായ തിരിച്ചുവരവ് സാധ്യമാണെന്നും മുഖ്യമന്ത്രി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നിലവിൽ നടക്കുന്ന ഭവന സന്ദർശന പരിപാടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി പൂർണ്ണമായി മാറ്റുമെന്നും തുടർഭരണം ഉറപ്പാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ മുന്നറിയിപ്പ് മുഖ്യമന്ത്രി നൽകി. സ്ഥാനാർത്ഥികളെ സമയമാകുമ്പോൾ പാർട്ടി തീരുമാനിക്കുമെന്നും ആരും സ്വയം സ്ഥാനാർത്ഥികളാകേണ്ടതില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സിറ്റിംഗ് MLA-മാർ മണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തനം തുടരണം. എന്നാൽ ചിലപ്പോൾ നിങ്ങളെ തന്നെ സ്ഥാനാർത്ഥിയാക്കാം, അല്ലെങ്കിൽ മാറേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി തുറന്നു പറയുന്നുണ്ട്. ഫെബ്രുവരി ആദ്യവാരം CPM സീറ്റ് നിർണയ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് സൂചന. ഭരണ തുടർച്ച ലഭിച്ചാൽ മുഖ്യമന്ത്രി അടക്കമുള്ള ഭരണ ചുമതലകൾ പിന്നീട് തീരുമാനിക്കുമെന്നും പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അപ്രതീക്ഷിത തോൽവി വിലയിരുത്തിയ CPM അടിത്തറ ശക്തമാണെന്നും ഭരണവിരുദ്ധ വികാരമില്ലെന്നും വിലയിരുത്തുന്നുണ്ട്. സർക്കാരിന്റെ വികസനവും ജനക്ഷേമ പദ്ധതികളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് LDFന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി രണ്ടാം LDF സർക്കാരിന്റെ അവസാന ബജറ്റ് കൂടുതൽ ജനകീയമാക്കാനാണ് നീക്കം. സാമ്പത്തിക പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് 2000 രൂപയാക്കി വർദ്ധിപ്പിച്ച സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2500 രൂപയാക്കി ഉയർത്താനുള്ള സാധ്യതയും ശക്തമാണ്. ഇത് LDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. ഘടക കക്ഷികളെയും പാർട്ടിയെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ മുന്നേറുന്ന ഈ സമഗ്ര നീക്കങ്ങളാണ് ഇടതുപക്ഷത്തെ വീണ്ടും അധികാരത്തിലേക്ക് നയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.